എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ലാബിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു വീട് വർക്ക് നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. ഞാൻ വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പൊതുവായിട്ട് അധികം ഡീപ്പല്ലാത്ത പൊതുവായിട്ട് കാര്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളെ സ്ലാബ് വരുന്നത് രണ്ട് ടൈപ്പ് സ്ലാബാണ് വരുന്നത്. അതിൽ 1 വേ സ്ലാബും 2 വേ സ്ലാബും. അപ്പം 1 വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ലെങ്ത് ബൈ ഷോർട്ടർ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പം ഞാൻ 1 വേ സ്ലാബ് എങ്ങനെ വരികയെന്നൊന്ന് കാണിച്ചു തരാം. 1 വേ സ്ലാബ് നമ്മൾ ഇങ്ങനെ എടുത്താൽ നമ്മളെ ഇതിപ്പോൾ ഒരു സ്ലാബാണ് നിങ്ങൾ കൂട്ടിക്കോ. ഈ സ്ലാബിൻ്റെ ഇവിടെയാണ് ലോങ്ങർ ലെങ്ത് വരുന്നത്, ഇത് ഷോർട്ടർ ലെങ്ത്. അപ്പം ലോങ്ങർ ലെങ്ത് ബൈ ഷോർട്ടർ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 1 വേ സ്ലാബ്. 1 വേ സ്ലാബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 വേ സ്ലാബ് ബെൻഡാവുക ഈ രീതിയിൽ മാത്രം ബെൻഡാവുള്ളൂ. നിങ്ങൾ ഈ മാത്സ് കേട്ടൊന്നും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ബെൻഡാവൽ ഇങ്ങനെയാണ് ബെൻഡാവൽ. അപ്പോൾ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ബെൻഡിനനുസരിച്ചുള്ളത് കൊടുത്താൽ മതി. നമ്മൾ അടുത്ത ടൈപ്പാണ് 2 വേ സ്ലാബ്. 2 വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങർ ലെങ്ത് ബൈ ഷോർട്ടർ ലെങ്ത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പം 2 വേ സ്ലാബിൽ നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കുണ്ടായിക്കൊണ്ടാണ് ഇതിൻ്റെ ഫോഴ്സ് വരിക. അപ്പോൾ നമ്മൾ ഈ ലെങ്ത്തിലും ഫോഴ്സ് വരും. അതിനനുസരിച്ച് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് മാറ്റം വരുത്തണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 2 വേ സ്ലാബ് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക, ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷനിലും ഫോഴ്സ് വരും. 2 വേ സ്ലാബിന് 1 വേ സ്ലാബ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രം വരും. അപ്പം നിങ്ങൾ 1 വേ സ്ലാബിൻ്റെയും 2 വേ സ്ലാബിൻ്റെയും ഗ്രാഫിക്കൽ ആയിട്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ. ഞാനതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കൊടുക്കൽ എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കൽ നമുക്ക് 3 റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ ഒരു സ്ലാബിൽ ഉണ്ടാവൽ. നമ്മൾ ഡിസ്ട്രിബ്യൂഷനും മെയിൻ ബാറും പിന്നെ ടോപ്പിൽ കൊടുക്കുന്ന ബാറും, അങ്ങനെ 3 ബാറാണ്. ഈ മെയിൻ ബാർ പറഞ്ഞാൽ ബെൻഡപ്പ് ബാർ വരൽ നമ്മൾ ഇപ്പോൾ 1 വേ സ്ലാബ് എന്താണെന്ന് അറിയാമല്ലോ. 1 വേ സ്ലാബിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ഷോർട്ടർ ലെങ്ത്തിൽ കൊടുത്താൽ മതി. നമ്മളെ മെയിൻ ബാർ പറഞ്ഞാൽ ബെൻഡപ്പ് ബാർ നമ്മളെ ഷോർട്ടർ ലെങ്ത്തിൽ കൊടുത്താൽ മതി. അഥവാ നമ്മൾ ഈ 2 വേ സ്ലാബ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ബെൻഡപ്പ് ബാർ നമ്മൾ ഷോർട്ടർ ലെങ്ത്തിലും കൊടുക്കണം, ലോങ്ങർ ലെങ്ത്തിലും കൊടുക്കണം. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വീട് പണി തുടങ്ങി സ്ലാബ് വാർക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റീൽ കെട്ടുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, സൈറ്റിൽ പോയാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് എടുത്തൊന്ന് അളന്ന് നോക്കുക. അളന്നിങ്ങാണ്ട് ഞാൻ 1 വേ സ്ലാബ് ആണോ 2 വേ സ്ലാബ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചതിൻ്റെ ശേഷം നിങ്ങൾ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കണ്ട പോലെ നിങ്ങൾ ബെൻഡപ്പ് ബാർ ഇടുന്നുണ്ടോ എന്ന് സൂക്ഷിക്കാം. പല സ്ഥലത്തും അങ്ങനെ ഇടാറില്ല, ചില സമയത്ത് ബെൻഡപ്പ് ബാർസ് കൊടുക്കാറില്ല.
അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ബെൻഡ് ബാർ കൊടുത്താലാണ് നമ്മളെ ഷിയർ ഫോഴ്സ് എടുക്കുള്ളൂ. അപ്പം പല സ്ഥലത്തും കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നാൽ നമ്മളെ സ്ട്രെങ്ത്തിനെ അത്രയും ബാധിക്കും ഈ ബാർ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ. അപ്പം ഇത് നിങ്ങൾ സൂക്ഷിക്കുക. ഒരു സൈറ്റ് ഒരു വീട് പണി നടക്കുകയാണെങ്കിലോ ഒരു ഇതാണെങ്കിലോ ഇനി അതുമായിട്ട് അങ്ങനെ ചെയ്യണില്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക.